അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടിണി കടന്നാണ് വിദ്യാഭ്യാസം നേടിയത്. അഹ്ലുസ് സുഫയുടെ ലീഡറായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദർസിലെ കുട്ടികളുടെ ഇടയിലെ ലീഡറായിരുന്നു. പട്ടിണി കടന്നു നിരവധി ദിവസങ്ങൾ. വഴിയോരങ്ങളിൽ കയറി നിൽക്കും സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വരുന്ന ഓരോരുത്തരോടും സലാം പറയും, നീട്ടി സലാം പറയും, അസ്സലാമു അലൈക്കും. പലരും സലാം അടക്കിയിട്ടാണ് ഇറങ്ങിപ്പോകും. സലാം അടക്കി വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. മൂപ്പരുടെ ഉദ്ദേശം അതല്ല. സലാം പറയുമ്പോൾ വലൈക്കും അസ്സലാം കഞ്ഞുടിച്ച അബൂ ഹുറൈറ എന്ന് ചോദിക്കലായിരുന്നു മൂപ്പരുടെ ഉദ്ദേശം. പക്ഷെ പലരും സലാം അടക്കി അങ്ങനെ കയറിപ്പോകും. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ദൂരെ നിന്ന് വരുന്നത് മഹാനുഭാവൻ കണ്ടു. എന്തെങ്കിലും ഒക്കുന്നു മൂപ്പരുടെ മനസ്സിൽ നല്ലൊരു പ്രതീക്ഷ മുളപൊട്ടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ നീട്ടി സലാം പറയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലൈക്കും അസ്സലാം, ഇന്ന് വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. പണം മുഴുവൻ ദീനിനു വേണ്ടി ചെലവഴിച്ച് സ്വർഗം നേടിയ മഹാത്മാവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജറ പോകുന്ന സമയത്ത് 35,000 ദിർഹം ഉണ്ടായിരുന്നു കയ്യിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 സ്വർഗ്ഗക്കാരെ ഒരു ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഒന്നാമനായി നിൽക്കുന്ന സിദ്ദീഖ് തങ്ങൾ അന്നത്തെ ഏറ്റവും നല്ല മുതലാളിമാരുടെ ഗണത്തിൽപ്പെട്ട ആളായിരുന്നു. അവസാന തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിയപ്പോൾ ഒരു ചെറിയ തൂവാലയിൽ ഇത്തിരി ദിർഹമുമായിട്ട് മഹാനുഭാവൻ നബി തങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നമുക്കറിയാലോ ചരിത്രം. ഉമർ ഫാറൂഖ് തങ്ങൾ ഇന്നെങ്കിലും ഒന്ന് സിദ്ദീഖ് തങ്ങളെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പരുടെ സ്വത്തിന്റെ നേർപകുതി വലിയ ഭാണ്ഡത്തിൽ കെട്ടി ചുമണ്ട് വഹിച്ചായിരുന്നു മൂപ്പരാൾ വന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് ഒരിത്തിരി ചെറിയൊരു കിഴിയുമായിട്ട് വരുന്നത് കണ്ടപ്പോഴേ ഉമർ ഫാറൂഖ് തങ്ങൾ വിചാരിച്ചു, ഈ മത്സരത്തിലെങ്കിലും ഒന്ന് ജയിച്ചല്ലോ. അതൊരു മോശം മത്സരമല്ല, പ്രവണത അല്ല. വസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിൽ മത്സരിച്ചു മുന്നേറണമെന്ന ഖുർആനിന്റെ ആഹ്വാനപ്രകാരം ആ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സിദ്ദീഖ് തങ്ങളെക്കാൾ കൂടുതൽ ദാനം ചെയ്ത് പുണ്യം നേടാൻ വേണ്ടിയാണ് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ അങ്ങനെ വന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇതാണല്ലേ സംഭാവന? അതെ. മക്കൾക്കും ഭാര്യയ്ക്കും വീട്ടാവശ്യത്തിനു വേണ്ടി എന്താ ശേഷിപ്പുള്ളത്? മിണ്ടിയില സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. റസൂൽ ചോദ്യം ആവർത്തിച്ചപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, അല്ലാഹു റസൂൽ, അല്ലാഹു റസൂലും ഒരു ചെല്ലിക്കാശ് വീട്ടിലില്ല. റേഷൻ വാങ്ങാനും മക്കൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വേണ്ടി വന്നാലും ചെലവഴിക്കാൻ ഒരു ചില്ലിക്കാശ് വീട്ടിലില്ല. മൊത്തം തുടച്ചുകൂട്ടി ഇതേ കിഴികെട്ടി കൊണ്ടുവന്നിരിക്കുന്നു. സയ്യിദുനാ ഉമർ ഫാറൂഖ് തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചു, ഇല്ല, സിദ്ദീഖ് വരെ തോൽപ്പിക്കാൻ കഴിയില്ല. മഹാനുഭാവൻ വലിയ ഭാണ്ഡം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ നേരെ പകുതി കുടുംബത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു വലിയ സമൂഹമാണ് റസൂലിൽ നിന്ന് ദീന് പഠിക്കുന്നത്. അത് കൈമാറി നമ്മിലേക്ക് എത്തിക്കുന്നത്. ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ദേശാടനം നടത്തിയവർ. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് 1,00,000-ൽ പരം സഹാബികളുണ്ട് മുത്ത് റസൂലിന്റെ അവസാന പ്രഭാഷണം കേൾക്കാൻ. പക്ഷേ മദീനയിൽ ആകെ തപ്പിയാലും 1,000-ൽ താഴെ സഹാബികളുടെ ഖബറെ കാണാൻ പറ്റുള്ളൂ അത്രേ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സഞ്ചരിച്ചു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം അവസാനമായി സ്പർശിച്ചയാൾ ഖുസ്മു ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഹബീബായ റസൂൽ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ഖബറിലേക്ക് ഇറക്കി വെച്ച് ആ ഖബറിൽ വെച്ച് അവസാനമായി ചുംബനം കൊടുത്ത് കയറി വന്ന ഭാഗ്യവാൻ മറവിട്ട് കിടക്കുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാവുന്ന താഷ്കൻഡിലാണ്. എത്ര ദൂരം സഞ്ചരിക്കണം എന്ന് ആലോചിച്ച് നോക്കൂ. മദീനയിൽ നിന്ന് താഷ്കൻഡിലേക്ക് ഒരു AC ഉള്ള കാറുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് ഈ കുതിരപ്പുറത്തോ ഒട്ടപ്പുറത്തോ ഏറി പ്രകൃതിയുടെ എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ച് എത്ര കഷ്ടപ്പെട്ട് വേണം ഖുസ്മു ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് താഷ്കൻഡിലേക്ക് എത്താൻ. മഹാനുഭാവനെ പോലെയുള്ളവർ ഈ കഠിന യാത്ര ചെയ്ത് ദീന് ദഅവത്ത് നടത്തിയതുകൊണ്ട് നമ്മുടെ കിതാബുകളിൽ മാവറ അൻ-നഹ്ർ എന്ന് പറയുന്ന വിശുദ്ധമായ വൈജ്ഞാനിക പ്രദേശമുണ്ട്. അതാണ് ഈ താഷ്കൻഡ്. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അവിടെയാണ് മഹാന്മാരാവുന്ന ഹദീസ് പണ്ഡിതന്മാർ ഉദയം ചെയ്തത്. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു,
ഇമാമുന ഹക്കീമു തുർമുദി റളിയല്ലാഹു അൻഹു, വിശ്വാസശാസ്ത്രത്തിലെ പ്രമുഖനാകുന്ന ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു, ആ ആത്മീയ രംഗത്ത് വളരെ പ്രസിദ്ധനും കുത്തുബുകളിൽ പെടുന്ന മഹാനുമാകുന്ന മഹാനായ ഇമാം നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഈ മാവറ നഹറിലാണ്, ഉസ്ബെക്കിസ്ഥാനിലാണ്, കിർഗിസ്ഥാനിലാണ്, ആ ഭാഗത്തുള്ള കുറേ നാടുകളിലാണ്. ഈ ഹദീസിന്റെ സമാഹരണത്തിൽ ഏറ്റവും ഔന്നിത്യമുള്ള ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹ്, ഇത് വിരചിതമാകുന്നത് മക്കത്തല്ല, ഇത് രചിക്കപ്പെടുന്നത് മദീനയിൽ വെച്ചല്ല, അല്ലെങ്കിൽ ഇത് രചിച്ചത് ബഗ്ദാദിലോ അന്നത്തെ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്ന കൂഫയിലോ ഡമസ്കസിലോ ഒന്നുമല്ല. ഇങ്ങുപ്പുറത്ത് വന്നിട്ട് ബുഖാറയിലാണ് അത് രചിക്കപ്പെടുന്നത്. ഇമാം മുസ്ലിം തങ്ങൾ ആ ഭാഗത്തുനിന്ന് വരുന്നു. എങ്ങനെയാണ് ഇത്ര വലിയ പണ്ഡിത ജ്യോതിസുകൾ ഒരിക്കലും സാധ്യതയില്ലാത്ത അവിടുന്ന് ജനിച്ചു വരുന്നത്? കുസുമു ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ദീർഘയാത്ര ചെയ്ത് ദീനിനെ പ്രചരിപ്പിക്കാൻ അങ്ങോട്ട് എത്തിയതുകൊണ്ട് ഈ ഒരു യാത്ര ഇസ്ലാമിന്റെ ഒരു അനിവാര്യതയായിരുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ അവസാനം വെച്ച് ഞാൻ നിങ്ങൾക്ക് ഈ ദഅവത്ത് പൂർത്തിയാക്കി തന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബലാ റസൂലല്ലാഹ്, അങ്ങത് എത്തിച്ചു തന്നുവെന്ന് സഹാബാ കിറാം ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കൈ മുകളിലേക്ക് ഉയർത്തി, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ സാക്ഷി, ഞാൻ ഈ ദഅവത്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൽ യുബല്ലിഗുൽ ഹാദിറുൽ ഗായിബ്, ഇവിടെ സന്നിഹിതരായ ആളുകൾ ഇല്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഈ ആഹ്വാനം നിർവഹിച്ചുകൊണ്ടാണ് ദേശാന്തരങ്ങൾ കടന്ന് പായക്കപ്പലിലും മറ്റും ജീവൻ പണയപ്പെടുത്തി അവർ യാത്ര ചെയ്തത്. അങ്ങനത്തെ രണ്ട് മഹാന്മാരെ കുറിച്ചാണ് നമ്മളിന്ന് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്പുറത്തെ തങ്ങൾ യമനിലെ തെരീമിൽ നിന്ന് വരുന്നു ദീന് പ്രചരിക്കാൻ. യമൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കളിത്തൊട്ടില്ല. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മത്തു യമാനിയത്തുൻ. ഒറിജിനൽ ദീനും ദീനിന്റെ വിജ്ഞാനവും അഖീദയും ഫിഖ്ഹും, അന്നത്തെ ഫിഖ്ഹ് വ്യാപകാർത്ഥത്തിലുള്ളതാണ്, വിശ്വാസശാസ്ത്രമൊക്കെ പെടുത്തുന്ന നമ്മുടെ കർമ്മകാണ്ഡം മാത്രമല്ല. അൽ ഫിഖ്ഹു യമാനിൻ, ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ഫിഖ്ഹ് അഖീദ സംഗതികളെല്ലാം അത് വളരെ ഏറ്റവും ആധികാരികമായത് യമാനിൽ നിന്നുള്ളതാകുന്നു. വൽ ഹിക്മത്തു യമാനിയത്തുൻ, മറ്റെല്ലാ വിജ്ഞാനങ്ങളും ഒറിജിനൽ യമനിൽ നിന്ന് വരുന്നതാകുന്നു. യമനിനെ പിന്നെയും പിന്നെയും ഹബീബായ നബി തങ്ങൾ പുകഴ്ത്തി. യമനുകാർ നിങ്ങളുടെ അടുത്തേക്ക് വരും, അറക്കുൽ ഖുലൂബ്, അവര് ആർദ്ര ഹൃദയരായിരിക്കും, ആരോടും വിദ്വേഷം വെക്കണവരല്ല. ഈ സാദാത്യങ്ങൾ മൊത്തം അങ്ങനെയാണ്. നമ്മൾ വത്സിക്കുമ്പോഴും ചിരിക്കും, നമ്മൾ എതിർക്കുമ്പോഴും അവർ അത് ആസ്വദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് വിശേഷിപ്പിച്ചതാണ് അറക്കുൽ ഖുലൂബ്. അവർ വളരെ ആർദ്ര ഹൃദയരായിരിക്കും. അവർ വന്നാൽ നിങ്ങൾ സ്വീകരിക്കണം. എന്തുകൊണ്ടാൽ ഫിഖ്ഹു യമാനിൻ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ആനന്ദകരമായൊരു സന്ദർഭത്തിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വഫീ ഷാമിനാ, ഞങ്ങളെ യമനിലും ഷാമിലും നീ ബർക്കത്ത് ചെയ്യണം. ആ ബർക്കത്ത് പിന്നെ എങ്ങനെ കാണാം നമുക്ക്? ഷാമിലെ ഡമസ്കസിന്റെ വെള്ളമുനാരത്തിലാണ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇനി ഖിയാമത്ത് നാളിന്റെ കാലത്ത് എല്ലാ ഗസയിലെ പാവപ്പെട്ട മനുഷ്യന്മാർക്കും നീതി വാങ്ങിക്കൊടുക്കാൻ ഇറങ്ങി വരുന്നത്. പട്ടിണി കടന്ന് മരിച്ചിട്ട് ഉമ്മാന്റെ ഉപ്പാന്റെ കൈ കടന്നിട്ട് മരിക്കുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ മക്കൾക്ക് നീതി കിട്ടും. അതിറങ്ങി വരുന്നത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിർമ്മിച്ച ഡമസ്കസിലെ വെള്ളമുനാരത്തിന്റെ അടുത്താണ്. ഈ ഡമസ്കസൊക്കെ ഉൾക്കൊള്ളുന്ന ഷാമിന് വേണ്ടി ഹബീബായ റസൂൽ തങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹളറമൗത്തും ഈ യമനിന്റെ ഭാഗം, നമ്മൾ നിമിഷപ്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യമന് ചർച്ചയിൽ വരുന്നുണ്ട്. റസൂലുള്ളാഹി ദുആർക്കുന്നു. ആ സമയത്ത് മറ്റ് ഒരു ടീം ദുആ ആവശ്യപ്പെടുന്നുണ്ട്, വഫീ നജ്ദിനായ റസൂലല്ലാഹ്, ഞങ്ങളെ നജ്ദിന് വേണ്ടി ദുആർക്കണം. മുത്തറസൂൽ മൈൻഡ് ചെയ്തില്ല. രണ്ടാമതും മൂന്നാമതും ഇതേ ദുആ നടത്തി. ഓരോ സമയത്തും നജ്ദുകാർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിന് വേണ്ടിയും അനുഗ്രഹ പ്രാർത്ഥന നടത്തണം. മൂന്നാം പ്രാവശ്യം അവർ നിർബന്ധിച്ചപ്പോൾ എന്തിനവിടേക്ക് പ്രാർത്ഥിക്കണില്ല എന്ന് മുത്തറസൂൽ വിശദീകരിച്ചു. വഫീഹാ യത്ലഉ ഖർനു ശൈത്വാൻ, ആ നജ്ദിലായിരിക്കും പിശാച്ചിന്റെ കൊമ്പ് വെളിപ്പെടുക. ആ നജ്ദിലായിരിക്കും പിശാച്ചിന്റെ കൊമ്പ് വെളിപ്പെടുക. റസൂലുള്ളാഹി തങ്ങളുടെ കാലം മുതൽ നമ്മൾ ഈ ജീവിക്കുന്ന 2025 വരെ നജ്ദിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒറ്റ പിശാച്ചിന്റെ കൊമ്പേ ഉയർത്തു വന്നിട്ടുള്ളൂ.
ലോകത്തെ സ്വാധീനിച്ച ഒരേ ഒരു പ്രസ്ഥാനവും വിപ്ലവവുമേ ഈ നജ്ദിൽ നിന്ന് ഉയർക്കൊണ്ടിട്ടുള്ളൂ. അതാണ് വഹാബി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന സാധനം.